ഇതാ ഈ ബോർഡ് ഏതാണ് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ഒരു അസംബിൾഡ് ആംപ്ലിഫയറിൻ്റെ ഒരു ആംപ്ലിഫയർ അഴിച്ച് അതിൽ എന്തെങ്കിലും റിപ്പയറിങ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങളുടെ കൈ കിട്ടി. അപ്പോൾ അത് നിങ്ങൾ അയച്ചു നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അയച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ബോർഡ് കാണുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്താണ് ഈ ബോർഡ്. അപ്പോൾ അതിന് എളുപ്പവഴി എന്താ, ഈ കാലത്ത് ഇങ്ങനൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഏത് ഫോണായാലും ശരി, ആൻഡ്രോയിഡിനാണെന്നില്ല, അതിൽ നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സില്ല ഒരുവിധം 90% തന്നെ എന്ന് പറയാം എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനും സ്വയം ചെയ്യാനും സാധിക്കും. അതിനൊരു എക്സാമ്പിൾ, ഈ ബോർഡ് എന്താണെന്ന് അറിയാൻ നമ്മളിപ്പോൾ ഫോണിൽ ഇതേപോലെ ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ തൊട്ടു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ആ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ ഈ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ആ ബോർഡ്. അപ്പോൾ ആ ബോർഡ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇമേജ് സെർച്ചാണ് ഗൂഗിളിൻ്റെ. അപ്പോൾ ആ ഇമേജിൽ അത് സെർച്ചായി. അപ്പോൾ ജസ്റ്റ് താഴോട്ട് കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ബോർഡിൻ്റെ വാങ്ങാനുള്ള സൈറ്റുകൾ, ആമസോൺ സൈറ്റ്, അതേപോലെ തന്നെ അതെന്താണ് ആ ബോർഡ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. കാണിച്ചു തരാം. SMBS ഫോർ ക്ലാസ് D ആംപ്ലിഫയർ 24 വോൾട്ട് 7.83 ആംപ്സ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വന്നു. ഇതേ സാധനം തന്നെ അതിൻ്റെ മുകളിലും ഡാറ്റ ഉള്ളത് നോക്കിയാൽ 200 വാട്ട് 24 വോൾട്ട് 7.8 ആംപിയർ. ഈ കാലത്ത് അത് ഇനിയിപ്പോൾ അത് എന്താണെന്ന് പഠിക്കണ്ടേ. അപ്പോൾ അത് ജസ്റ്റ് അതിനകത്ത് ആ വെബ്സൈറ്റിൽ ഞാൻ വിസിറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ₹945 ആണ് അതിൻ്റെ വില കാണിക്കുന്നത്. അപ്പോൾ അതെന്താണ്, കാറ്റഗറി SMBS ആണ്. പിന്നെ അതിൻ്റെ സ്പെക്ക് താഴത്തേക്കുള്ള കംപ്ലീറ്റ് സ്പെക്ക് ഇതിനകത്തുണ്ട്. എത്ര വോൾട്ടാണ്, അവിടെ ഇൻപുട്ട് ഏതാ, ഇൻപുട്ട് പോയിൻ്റ് ഏതാ, ഔട്ട്പുട്ട് പോയിൻ്റ് ഏതാണ്, അതിൽ പ്ലസ് ഏതാ, മൈനസ് ഏതാ, ഫേസ് ഏതാ, ന്യൂട്രൽ ഏതാ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഈ ബോർഡിന്. ഇനിയിപ്പോൾ ആ ബോർഡിലുള്ള കമ്പണൻസ് ആണ്. ആ ബോർഡിൽ കാണുന്നത് കപ്പാസിറ്റർ ഇവിടെ കണ്ടണം. അതിൻ്റെ ശേഷം ഇവിടെ ഒരു ബോക്സ് പോലെ കാണുന്നത് ഇൻഡക്ടറാണ്, അത് ഒരു കോയിലാണ്, ഒരു ട്രാൻസ്ഫോമർ, SM ട്രാൻസ്ഫോമർ എന്ന് പറയും. പിന്നെയും കപ്പാസിറ്റേഴ്സ് കുറച്ച് ചെറിയ കമ്പണൻസ്, IC, ഡയോഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വിധം എല്ലാ കമ്പണൻസിലും അതിൻ്റെ മുകളിലൊരു വാല്യൂ, ഒരു നമ്പർ ഇട്ടുണ്ടാവും. ആ നമ്പർ അതിൻ്റെ ഡാറ്റയാണ്. അതെന്താണ് സാധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു ബോർഡ് എന്താണെന്ന് അറിയുന്നവർ ഇപ്പോൾ അവർക്ക് മനസ്സിലായി അതെന്ത് ബോർഡാണ്. എന്നാൽ നമുക്ക് അറിയാത്തവരാണെങ്കിൽ അതെന്ത് ബോർഡാണെന്ന് മനസ്സിലാക്കാൻ വീണ്ടും ഒന്നുകൂടി ഇമേജ് സെർച്ച്. അപ്പോൾ ഞാൻ ആ ബോർഡിൽ കാണിച്ചു, ജസ്റ്റ് സെർച്ച് ക്ലിക്ക് ചെയ്തു. സെർച്ചിൽ വന്നു, താഴോട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മഹാരാജ സബ് പ്രീ ബോർഡ്. ഓക്കെ, മഹാരാജ സബ് പ്രീ ബോർഡ് യൂണിവേഴ്സൽ ഡിജിറ്റൽ ഓഡിയോസ്. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നു. ഇതാ ഫോട്ടോ അടക്കം അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രൈസ്, സംഗതി സെയിലിനുള്ള സൈറ്റാണ്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുക. ആ സാധനം എന്താണെന്ന് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടി, ഇതെന്ത് ബോർഡാണ്, ഇതിൻ്റെ ഇൻപുട്ട് ഏതാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് ഏതാണ്, ഇതിലെവിടെ കൺട്രോൾസ് കൊടുക്കുന്നത്, അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും എല്ലാവിധ സ്ഥലത്തും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള ഈ സാധനം ഉപയോഗിച്ച് നിങ്ങൾ അന്വേഷിക്കുകയായിരുന്നു, മറ്റുള്ളവരോട് ചോദിക്കുകയായിരുന്നു, അഭിപ്രായങ്ങൾ അറിയുകയാണ്, സംശയങ്ങൾ ചോദിക്കുക. പക്ഷേ ഇതുവരെ ആ ഫോണിനോട് നിങ്ങൾ ചോദിച്ചില്ല. അതാണ് ഫോൾട്ട്. ഇലക്ട്രോണിക്സ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നത് ഒരു 5-6 ബോർഡുകളുള്ളത് നമ്മൾ ഓർഡിനറി നമ്മുടെ നാട്ടിലെ അസംബിൾഡ് ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചില ബോർഡുകളാണ്. ഈ കാണുന്നത് ഒരു പവർ ആംപ്ലിഫയർ ഔട്ട്പുട്ടിൻ്റെ ബോർഡാണ്, അത് സബ്വൂഫർ സെക്ഷനൊക്കെ കാണാം. ഇത് ഒരു 5 ചാനൽ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇതൊരു ടോൺ ബോർഡാണ്. ഇതൊരു ടോൺ ബോർഡാണ്. ഇതൊരു പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇത് റെക്റ്റിഫയർ ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളിപ്പോൾ ബിഗിനറായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് റെക്റ്റിഫയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് റെക്റ്റിഫയറിൻ്റെ ബോർഡാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇലക്ട്രോണിക്സ് അങ്ങനെയായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ബിഗിനറായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഒരു ഓഡിയോ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും കൊണ്ടൊന്നും ഈ കാണുന്ന കംപ്ലീറ്റ് ഒന്നും പഠിച്ചെടുക്കാനുള്ള സമയമില്ല, അതിനുള്ള ക്ഷമയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ജസ്റ്റ് ബേസിക്കായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചില ബോർഡുകളിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടാക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് അതിലൂടെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. മറ്റത് ഒന്നാമത്തെ മുതൽ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്കിലേക്ക് എത്തി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ക്ഷമ നശിക്കും.
ബേസിക് എന്ന് പിന്നെ അത് അഡ്വാൻസിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് ഒരുപാട് കമ്പണൻസ് കൂടിയ ഒരു ഡിവൈസാണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പോൾ ആ കമ്പണൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ കമ്പണൻസ് കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണിത്, ഒരു സർക്യൂട്ട് ബോർഡാണിത്. ആ കമ്പണൻസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പൊളാരിറ്റി കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള സിമ്പിൾസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെ വരും, ഈ സിമ്പിൾ ഇവിടെ ഇപ്പോൾ ഈ ലൈൻസ് ഇട്ടത് എന്തിനാണ്, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തിനാണ്, ഈ സ്ക്വയറിൽ ഇട്ടത് എന്തിനാണ്, അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതായത് പ്രാക്ടിക്കലി കൂടുതൽ ഇതിലൂടെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ബേസിക് ലെവലിൽ മനസ്സിലാക്കിയെടുക്കാം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊന്ന് എയിമാക്കാൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ ഉള്ളൂ. ഈ ഒരൊറ്റ വീഡിയോയിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ചില കാര്യങ്ങൾ ഈ ബോർഡുകളിൽ കാണിച്ചും പറഞ്ഞു തരാം. പഠിക്കാൻ അത്യാവശ്യം ആഗ്രഹമുള്ള ഒരാൾക്ക് അത്യാവശ്യം ഒരു ബോർഡ് കണ്ട് മനസ്സിലാക്കി ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി അസംബിൾ ചെയ്യാനോ, ഈ ബോർഡ് ഫുള്ള് നമ്മൾ അസംബിൾ ചെയ്യണം, പാർട്സ് ലേഔട്ടൊന്നും വെച്ചില്ല. അപ്പോൾ അത് ചെയ്യാനോ പറ്റണമെങ്കിൽ ഇതിലുള്ള പാർട്സ് മനസ്സിലാവണം, ഇതിലുള്ള ഈ മാർക്കിംഗ് മനസ്സിലാവണം, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാവണം. അത് മനസ്സിലാക്കിയാലേ ഈ ബോർഡിലേക്ക് എന്താണ് വരുന്നത്, ഈ ബോർഡ് ഇതിൽ ഏത് ബോർഡിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ ചെയ്യാനുള്ള ചില ഇൻഡിക്കേഷൻസ് നമുക്ക് ഈ ബോർഡുകളിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ ബോർഡിൽ ഇവിടെയൊക്കെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഈ ബോർഡിൽ ഇവിടെയൊക്കെ മാർക്കിംഗ് കാണാം, ഇവിടെ മാർക്കിംഗ് ഉണ്ട്, ഇവിടെ മാർക്കിംഗ്, അങ്ങനെ ഓരോ പോയിന്റിൽ ഓരോ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് ആ ബോർഡിൽ എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, മാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ ബോർഡിൽ ഇവിടെ ഇപ്പോൾ ഈ ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് L/R എന്ന് കാണുന്നില്ലേ, അതൊരു ഇൻഡിക്കേറ്ററാണ് അവിടെ എന്താണ് കൊടുക്കാനുള്ളതെന്ന്. അത് എവിടെ നിന്നാണ് കൊടുക്കാനുള്ളത് എന്നുള്ളത് വേറെ കാര്യം. അതേപോലെ തന്നെ ഈ ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ 2000F 25 വോൾട്ട് എന്നുള്ള ഇവിടെ ഇതിൽ 25V ആണ്, അത് വോൾട്ട് ആണെന്ന് ഞാൻ പറയുന്നതാണ്. 1N4007 എന്ന് കാണാം, 10,000 UF 63V, അതേപോലെ ഇവിടെ C3510 എന്ന് കാണാം, ഇവിടെ പ്ലസ് എന്ന് കാണുന്നുണ്ട്, ഇവിടെ മൈനസ് എന്ന് കാണുന്നുണ്ട്, ഇവിടെ ഒരു ചെരിവ് കാണുന്നുണ്ട്, ഇവിടെ കുറച്ച് ലൈൻസ് കാണുന്നുണ്ട്, ഇവിടെ റൗണ്ട് കാണുന്നുണ്ട് അല്ലേ. ഇവിടെയും 10,063V എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയയിലായിട്ട് 12 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനുള്ള ബോർഡാണ്, എങ്ങനെ മനസ്സിലാക്കും, ഇതിൽ എവിടെ കണക്ഷൻ കൊടുക്കണം, ഇവിടെ -GND പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടുന്ന് എങ്ങോട്ട് കൊടുക്കണം എന്നറിയാതെ മുന്നോട്ട് പോകില്ല. അപ്പോൾ അത് മനസ്സിലാക്കി തരാനുള്ള ജസ്റ്റ് കാര്യങ്ങൾ ഒന്ന് ചെറിയ ഷോർട്ട് ആയ രീതിയിൽ പറയുകയാണ് ഈ വീഡിയോയിൽ. അതായത് ഇതിപ്പോൾ 2024 അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഓൺലൈനിൽ എന്തും ചോദിച്ചാൽ കിട്ടുന്ന കാലമാണ്. നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും ഞാൻ തന്നെ പറയാറുണ്ട്, നിങ്ങളിത് ഗൂഗിൾ സെർച്ച് ചെയ്യും, നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ. അപ്പോൾ ഈ ബോർഡിൽ കംപ്ലീറ്റ് ഒരു വിധം പഠിക്കാൻ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന്. ഇവിടെ 10,000 U63V എന്നുണ്ടല്ലേ, ആ സംഗതി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിൽ നിങ്ങൾ ഇവിടെ 10,000 UF സ്പേസ് അവിടെ അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ടോ 63V കപ്പാസിറ്റർ എന്ന് വന്നു. എന്നാലും ജസ്റ്റ് നമുക്ക് തന്നെ അടിക്കാം 63V. ഓക്കെ, ഇനി ഇത് സെർച്ച് കൊടുത്താൽ നമുക്കവിടെ എന്താണ് സാധനം എന്നിവിടെ വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ ഇതുപോലെ കുറച്ച് റിസൾട്ട് വരും. ആ റിസൾട്ടിൽ ഇപ്പോൾ ആമസോണിൽ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതെന്താണ് എന്ന് കൂടുതൽ അതിൻ്റെ പിക്ചേഴ്സ് പല വേരിയേഷൻസ് അറിയാൻ നമ്മൾ ഇമേജസ് ഒന്ന് തൊട്ടാൽ നമുക്ക് അതിനകത്ത് പലവിധം ആ സെയിം വാല്യൂ ഉള്ള അത് കപ്പാസിറ്ററാണ് നേരത്തെ ഗൂഗിൾ തന്നെ പറഞ്ഞു. അപ്പോൾ അറിയാത്ത ഒരാളാണെങ്കിൽ കപ്പാസിറ്ററാണെന്ന് മനസ്സിലായി. ഏതൊക്കെ ടൈപ്പ് ആ വാല്യൂസിൽ വരുന്നുണ്ടെന്ന് ഇത് നോക്കിയേ, എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. പല മോഡൽ, പല കമ്പനി, പല തരത്തിൽ, പല വിലയിൽ. അത് ഒരു കപ്പാസിറ്ററാണ്, ഈ തരത്തിൽ റൗണ്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു കപ്പാസിറ്റർ ഡീറ്റെയിൽസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിന് ജസ്റ്റ് ഒരു കാര്യം കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഈ സാധനത്തിന് ഈ കാണുന്ന ഹോൾസൊക്കെ ഇതിൻ്റെ പിന്നുകൾ ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ കണക്ട് ചെയ്യാനുള്ള പിന്ന് അല്ലെങ്കിൽ ലീഡുകൾ ഉണ്ടാവും. അത് കണക്ട് ചെയ്യാനുള്ള അത് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്കിൽ ഇതായി കാണുന്ന ഭാഗത്ത് സോൾഡർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് പിന്ന് ഡീറ്റെയിൽസ് അറിയാൻ ജസ്റ്റ് പിൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പിൻ ഔട്ട് എന്നാണ് നമ്മൾ അടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നൗട്ടൊന്ന് സ്പേസ് കാണുന്നൊന്നുമില്ല, പിന്നൗട്ടൊന്ന് ഒന്നിച്ചടിക്കാം. ജസ്റ്റ് അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതിൽ ഇൻ സ്റ്റോക്ക് എന്ന് കാണുന്നതൊക്കെ നമുക്കത് വാങ്ങാനുള്ള സ്ഥലമാണ്. അതിൻ്റെ ഓരോ താഴ്ത്തു പോയാൽ ഇതുപോലെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അതിൻ്റെ മേലത്തെ ഡീറ്റെയിൽ അറിയാൻ വേറെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 12,000 മൈക്രോഫാരഡ് ആണിത്.
UF ആണ്. വോൾട്ടേജ് ആൻഡ് കപ്പാസിറ്റി ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വോൾട്ടേജ് 63 കപ്പാസിറ്റി 12,000 ആണ്. ടെമ്പറേച്ചറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ 105 എന്ന് എഴുതിയത് 105 എന്ന് എഴുതിയ ടെമ്പറേച്ചർ. സോൾഡറിങ് പിൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ, സോൾഡറിങ് പിൻ. ഇതുപോലെ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് കപ്പാസിറ്റർ കോഡുകളും ടോളറൻസ്, അതിൻ്റെ മാക്സിമം വോൾട്ടേജ്, അതിൻ്റെ സെറാമിക് കപ്പാസിറ്റർ, ഏറ്റവും വലിയ ചൊറ എല്ലാവർക്കും വരുന്ന സെറാമിക് കപ്പാസിറ്റർ 103, 104 അതൊക്കെ വരുന്ന അതിൻ്റെ വാല്യൂ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇതാ ഇവിടെ കാണാം. ഇങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും നമുക്ക് ഗൂഗിൾ സെർച്ചിലോ ഓൺലൈനിലോ കിട്ടും. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ AI കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗൂഗിൾ സെർച്ചിലൂടെയും അതുപോലെ AI ഓട്ടോ ജനറേറ്റഡ് റിസൾട്ട് കിട്ടും. അതുകൂടാതെ ChatGPT പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിലൂടെ അതൊരു കപ്പാസിറ്ററാണ്. ആ 10,000 UF 63V എന്ന് എഴുതിയത് എന്ന് മനസ്സിലായി. പിന്നെ ഇത് ഈ വരെയുള്ള ഭാഗം സാധാരണ ഞാനിപ്പോൾ ഡയറക്റ്റ് പറഞ്ഞുതരാം, ഇത് നെഗറ്റീവാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റർ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗം നെഗറ്റീവാണ് ഇങ്ങനെയുള്ള പ്രിൻറ്റുകളിൽ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ചിലതിലിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളവിടെ ബാക്കി ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ ഒരു മൈനസ് കാണുന്നുണ്ട്, പിന്നെ ഇവിടെ പ്ലസ് ഇവിടെയും മൈനസ് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ പ്രിൻ്റ് ഒന്ന് നോക്കുക. ഈ മൈനസ് എവിടെയാണ് കണ്ടത്, നമ്മളിവിടെ മൈനസ് ഇവിടെയാണ് കണ്ടത്. അപ്പോൾ ആ മൈനസിലൂടെയാണ് ഇത് ഫുള്ള് കണക്റ്റഡ് മൈനസ് പോയിന്റിൽ. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് മൈനസ് ആണെന്ന് മനസ്സിലായി. ഈ പോയിന്റും മൈനസ് ആണ്, ഇതും മൈനസ് ആണ്. കപ്പാസിറ്ററിൻ്റെ മൈനസ് നെഗറ്റീവ് പോയിന്റ്. അപ്പോൾ ഇവിടെ മൈനസ് ആണെന്ന് മനസ്സിലായി, കപ്പാസിറ്ററിൻ്റെ ഇവിടെയും മൈനസ് എന്ന് മനസ്സിലായി. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് വന്ന ശരിക്കും ഇവിടെയും പ്ലസ് ആണ്. നമ്മളിവിടെ പ്ലസ് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് റെക്ടിഫയർ മെറ്റൽ ഡയോഡ്. അതായത് 3nix എന്നുള്ള നല്ല ടൈപ്പ്, കുറച്ചധികം വിലയുള്ള 3510 സെയിം വാല്യൂ ഉള്ള ഒരു റെക്ടിഫയർ ആണ്. ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് പ്ലസ് എന്ന് കാണാം, ഇവിടെ AC എന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടിട്ട്, ഇപ്പോൾ പ്ലസ് എന്ന് കണ്ടിട്ട് നമ്മളിവിടെ ഈ റെക്ടിഫയർ ഈ പ്ലസ് എന്ന് എഴുതിയ ഈ പോയിന്റിലേക്ക് ഇറക്കിയാൽ അത് കറക്റ്റായി. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ വെച്ചാലും ഇതിനകത്തോട്ട് കയറില്ല, ഇതാ കയറില്ല, ഇങ്ങനെയും കയറില്ല. അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ അത് ആ ബോർഡിലേക്ക് കയറുള്ളൂ. ഇവിടെയാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. AC എന്നുള്ള 2 പോയിൻ്റ് എൻഡ് പോയിൻ്റ് ഇവിടെ കൊടുത്താൽ സെൻറ്ററിലുള്ള പോയിൻ്റാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ ഡാറ്റ ഷീറ്റിലുണ്ടാവും. ഒന്നും ഈ കാലത്ത് തലച്ചോറിൽ മാത്രം കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റെഫർ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് സ്ക്രീനിൽ കിട്ടും. അതുകൊണ്ട് ഇതൊന്നും പഠിക്കുക എന്ന് പറഞ്ഞത് ഈ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് മൊബൈൽ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഒരുവിധം മുന്നോട്ടുള്ള മൊബൈൽ. അതിനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ആ കാണുന്നത് ഇമേജാണ്. സെർച്ച് വിത്ത് എനി ഇമേജ് എന്ന് കാണാം, സെർച്ച് വിത്ത് ഒരു ക്യാമറ എന്ന് കാണാം. അപ്പോൾ ക്യാമറ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ക്യാമറ എന്നുള്ള ഓപ്ഷൻ വരും. ആ ഓപ്പൺ ക്യാമറ ഫസ്റ്റ് ടൈം ആകുമ്പോൾ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് വരും. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുക, ജസ്റ്റ് ഈ റെക്ടിഫയർ ഇത് കാണിച്ചു കൊടുക്കുക. സെർച്ച് ഓപ്ഷൻ ഇവിടെ കാണാം, സെർച്ചിനുള്ള ഓപ്ഷൻ. അപ്പോൾ അത് സെർച്ച് ചെയ്യാം. അപ്പോൾ കണ്ടുപിടിച്ചു, ഇതാ ഡീറ്റെയിൽസ് പുറത്തു വന്നു. 3510 റെക്ടിഫയർ ഏതാണ്, അതിൻ്റെ ഫോട്ടോ വന്നു, ഇതാ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്താൽ അത് വാങ്ങാനുള്ള സൈറ്റ് ഇതാ ഇവിടെ പിന്നോട്ട് കൊടുത്തിട്ടുണ്ട്. AC ഇൻപുട്ട് നേരെ എക്രോസ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ AC ഇൻപുട്ട് എവിടെ കൊടുക്കണം എന്നുള്ളതും DC ഔട്ട്പുട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അടക്കം എവിടെ കൊടുക്കണം എന്നുള്ളതും ഇവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കൈപ്പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഈ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്യാം. 3510 ടൈപ്പ് ചെയ്യുന്നു. ആ 3510 തന്നെയാണ് ഇവിടെയുള്ള ഡാറ്റയും. ഇതാ 3510. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്ത് ആധാരം നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇതിൻ്റെ PDF അല്ലെങ്കിൽ ഡാറ്റ ഷീറ്റോ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കറണ്ട് റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ്, എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞത് കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്റർ ഇതേപോലെ സെയിം വാല്യൂവിൽ 10,000 of 63V കണ്ടില്ലേ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലൈനുള്ള ഭാഗം നെഗറ്റീവാണ്, മറ്റേത് പോസിറ്റീവാണ്. അപ്പോൾ ലൈനുള്ള ഭാഗം നെഗറ്റീവായിട്ട് ഇതേപോലെ ഇതിനകത്തോട്ട് വെക്കുക, കണ്ടില്ലേ. ഇതേപോലെ ഒന്നും കൂടെ അവിടെ വരുന്നു, മനസ്സിലായോ. അപ്പോൾ ഈ രീതിയിൽ 2 കപ്പാസിറ്റർ വരുന്നു. അപ്പോൾ എന്തായി, ഇത് ഒരു ഡുവൽ സപ്ലൈ റെക്ടിഫയറായി മാറും. ഇവിടെ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. 12 വോൾട്ട് 0 12 12 0 12 നമ്മുടെ എഴുതിയാണ്.
അതിനുള്ളതാണ്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഞാനിപ്പോൾ പറഞ്ഞത് ഓർമ്മ വെച്ചിട്ട് ജസ്റ്റ് ഫുൾ വേവ് റെക്ടിഫയർ അടിക്കണ്ട കേട്ടോ, അതിന് മുമ്പേ വരും. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. നിങ്ങൾക്കിപ്പോൾ സർക്യൂട്ടാണ് വേണ്ടതെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ സപ്ലൈ ഔട്ട്പുട്ടുള്ള, ഇത് സെൻറ്റർ ടാപ്ഡ് ഔട്ട്പുട്ടുള്ള. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട നമ്മുടെ ബോർഡിലുള്ള സർക്യൂട്ട്. ഇതാണ് സാധനം. ഈ സർക്യൂട്ടിലെ ഈ 2 ഡയോഡിൻ്റെ മാർക്കിങ്, ഇത് 2 ഡയോഡ് D1 D2 എന്നുള്ളത് കണ്ടില്ലേ, അതാണിത്. ആ D1 D2 ആണ് ഈ കാണുന്നത്. ഇതാണ് സർക്യൂട്ട്. ഡയോഡിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഈ കാണുന്ന ഈ ഏരിയയിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്റർ, സ്മൂത്തിങ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുന്നത് ചെറിയ വാല്യൂ ആണ്. കപ്പാസിറ്റർ പല സൈസിൽ പല വാല്യൂസിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതിലിപ്പോൾ നീളം കുറഞ്ഞ കാല് കാണാം, നീളം കൂടിയ കാല് കാണാം. അപ്പോൾ നീളം കുറഞ്ഞ കാല് നെഗറ്റീവാണ്, നീളം കൂടിയ പോസിറ്റീവാണെന്ന് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ ഈ കപ്പാസിറ്റർ റെക്ടിഫയർ ഈ സെക്ഷൻ മൊത്തം ഫുള്ളാക്കാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ സെർച്ച് കിട്ടും. എന്താണ് ഇപ്പോൾ ഇനി ഇലക്ട്രോണിക്സ് പഠിക്കാറ് പ്രയാസം? അപ്പോൾ പലരും ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ചോദിക്കേണ്ടായി, എനിക്ക് ഇലക്ട്രോണിക്സ് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതിപ്പോൾ നിങ്ങൾ പഠിപ്പിച്ച് തരുമോ? ഇതെങ്ങനെയാണ് എളുപ്പം പഠിക്കാൻ? ഇലക്ട്രോണിക്സ് ഒരാൾക്ക് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് ആർക്കും പഠിപ്പിച്ച് തരാൻ കഴിയില്ല. അത് നിങ്ങളിവിടെ തയ്യാറെടുത്ത് ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡ് മൊത്തത്തിൽ ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കില്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ബോർഡിൽ ഏതെങ്കിലും പാർട്ട് സെലക്ട് ചെയ്യുക. PIC അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ നമ്പർ, ഇപ്പോൾ ഇത് എത്ര നമ്പർ നോക്കാം. അപ്പോൾ ഇത് 52001943 ആണ്. അപ്പോൾ 52001943 ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കൂടി ചെക്ക് ചെയ്യാം. അത് ഗൂഗിൾ സെർച്ചിൽ 52001943 അത് സെർച്ച് ചെയ്യാം. 52001943 MOSFETs are renowned for their superior performance, offering low distribution and fidelity audio playback. അതായത് the amplifier operates with an inbuilt AC supply. ഇത് ഒരു ആംപ്ലിഫയർ ആണെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ സെൽക്കോണിൻ്റെ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ഏതൊരു കാര്യം ഈ കാലത്ത് നിങ്ങൾക്ക് ഓൺലൈൻ സെർച്ചിലൂടെ ഗൂഗിൾ സെർച്ചിലൂടെയും മനസ്സിലാക്കാം. നെക്സ്റ്റ് ഒന്നുകൂടി ഞാൻ ഇമേജ് സെർച്ച് വെച്ചിട്ട് തന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ നിങ്ങൾക്കിപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്തു, സെറ്റ് ചെയ്തപ്പോൾ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഡീറ്റെയിൽസ് വന്നു. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് ഈ കാലത്ത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ കോഡുകൾ, രജിസ്റ്റർ കോഡുകളാണെങ്കിൽ ഇതിൽ കാണുന്ന കോഡുകൾ കംപ്ലീറ്റ് ലിസ്റ്റും നിങ്ങൾക്ക് ഗൂഗിളിലുണ്ട്. അത് കൂടാതെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. എന്തിനാണ് ഇപ്പോൾ ഞാൻ ഈ ബേസിക് ലെവലിൽ ഇതൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ആംപ്ലിഫയറുകൾ കുറച്ച് ഒന്ന് അഡ്വാൻസ്ഡിലേക്ക് കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ ഒന്ന് അലക്സ, അതുപോലെ അലക്സ് എന്നുള്ളത് എൻ്റെ വിളിപ്പേരാണ്, പക്ഷേ ആ അലക്സ് അല്ല, അതല്ലാതെ അലക്സ, ആമസോൺ എക്കോ ഡോട്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അത് ഉപയോഗിച്ചിട്ടും അതിലൂടെ റാസ്ബെറി ഉപയോഗിച്ചും ആർഡിനോ പോലുള്ള പ്രോഡക്റ്റ്സുകൾ ഉപയോഗിച്ചും നമുക്ക് ഇങ്ങനെയുള്ള കമാൻഡുകളിലൂടെയും മറ്റ് വഴികളിലൂടെയും നമുക്ക് നമ്മൾ ആംപ്ലിഫയർ കുറച്ച് ഹൈടെക്, കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കൊണ്ടുപോകാം. ജസ്റ്റ് ഇതൊരു ആർഡിനോ യൂണോ R3 ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ആംപ്ലിഫയറിന് വേണ്ടി, ഓഡിയോ സിസ്റ്റത്തിന് വേണ്ടി ഈ ബോർഡ് വെച്ച് എന്തൊക്കെ ചെയ്യാം നിങ്ങളിപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. ആർഡിനോ യൂണോ R3 എന്നുള്ള ബോർഡാണ്. നെക്സ്റ്റ് വരുന്നത് ആർഡിനോ നാനോ. അപ്പോൾ ഇത് 2 റാസ്ബെറിയൊക്കെ കാണിച്ചു തരാം. അത് പിന്നീട് നമുക്കിപ്പോൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗിച്ച് പരിചയമുള്ളൊരു ബോർഡാണ് ആർഡിനോ യൂണോ. ഈ ഒരു സാധനത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പിന്നൗട്ടുകളിൽ നിന്ന് നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് കമ്പണൻസ് വർക്ക് ചെയ്യിക്കാം. ഇതേപോലെ തന്നെ റാസ്ബെറി പൈ, അതിനെയൊക്കെ ആക്സസ് ചെയ്യാൻ എക്സ്റ്റേണലി വോയിസിലൂടെയും റിമോട്ട് ആക്സസിലൂടെയും നമുക്ക് നമ്മുടെ ഓഡിയോ സിസ്റ്റം എന്നല്ല, ഏതൊരു തരം ഹോം അപ്ലയൻസ് ആയാലും ശരി, ഏതൊരു തരം ഡിവൈസ് ആയാലും ശരി, ഏതൊരു തരം ഡിവൈസ് ആയാലും നമ്മുടെ വീട്ടിലുള്ള ഹോം അപ്ലയൻസ് ആയാലും റിമോട്ട് ആക്സസിലൂടെ നമുക്ക് വർക്ക് ചെയ്യിച്ചെടുക്കാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന കുറച്ച് ഡിവൈസുകൾ ഒരുപാട് ഇവിടെ ചെയ്യാനുണ്ട്, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട്. അതിന് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ ബേസിക് ഐഡിയ വേണം. ഈ ബേസിക് ഐഡിയ ഇനി എവിടെയും പോയി പഠിച്ച് നേരം വിളിക്കും. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടപാട് തന്നെ ശ്രമിച്ച് തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത് ബേസിക് ഹോബി സർക്യൂട്ടുകൾ, ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് അല്ല, അത് കുറച്ച് കൂടിയ ലെവലിലെത്തുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മോട്ടോർ ഡ്രൈവ് സർക്യൂട്ട്,
മോട്ടോർ ഡ്രൈവേഴ്സ്, സെൻസർ, സെർവോസ്, അതുപോലെ തന്നെ ഇവിടെ മറ്റ് സെൻസറുകളുണ്ട്, ഗ്യാസ് സെൻസർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളിലൂടെ ഈ ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെ ചില കോഡിങ്ങിലൂടെയും കുറച്ച് കമാൻഡ്സിലൂടെയും നമ്മൾ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ആംപ്ലിഫയർ, ഒരു വീട്ടിലുള്ള ഒരു ലൈറ്റ്, ഒരു ഫാന്, അല്ല അങ്ങനത്തെ എന്തെങ്കിലേക്കും നമ്മളിപ്പോൾ വീട്ടിലില്ല, പുറത്താണ്, നമ്മളിപ്പോൾ കുറേ ദൂരത്താണ്, അപ്പോൾ വീട്ടിലേക്ക് ആക്സസ് കിട്ടണം. അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ഡിവൈസുകൾ വാങ്ങാൻ കിട്ടാനുണ്ട്. പക്ഷേ അതിങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിലുള്ള ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിലേക്ക് വരാൻ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ബേസിക്കലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. അതിന് ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഇത് പ്രോഗ്രാം ചെയ്യാം. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ആണെന്നില്ല, ഇത് പ്രോഗ്രാം ചെയ്യാം. ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിളാണ്. ഇതിന് അങ്ങനെയല്ല, അങ്ങനെ ഓരോന്നിനും ഓരോ തരം ഉണ്ട്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ആൻഡ്രോയിഡ് മൊബൈലിന് നമ്മൾ എന്തൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത ഫോട്ടോ എടുത്ത ഐറ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ നമുക്കിപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്യുന്ന മീഡിയ ആണ് നമ്മളെ എല്ലാ ഇൻ്റർനെറ്റ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിലൂടെയുള്ള ഏത് ഓപ്ഷനിലൂടെയും നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു റെക്ടിഫയർ ബോർഡ് വെച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത്. കംപ്ലീറ്റ് ഡാറ്റയും പുറത്തെടുത്തത് ഈ കാണുന്നത് എല്ലാത്തിൻ്റെയും ഡാറ്റ പുറത്തെടുത്തത് ഗൂഗിളിലൂടെയാണ്. അതിലൂടെയാണ് ഞാനത് പുറത്തെടുത്ത് കാണിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നതല്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കാൻ ഈ രീതിയിൽ ശ്രമിച്ച് പഠിക്കുക. ഇലക്ട്രോണിക്സ് പഠിക്കാൻ ഈ കാലത്ത് ഒരുത്തൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?